ഹായ്, എല്ലാവർക്കും കുടംപുളി കിച്ചൻ്റെ പൊന്നോണാശംസകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓണം സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് പിങ്ക് പാലട പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലട ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാലട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം പാലടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാലടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ, പിങ്ക് കളറാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം നമ്മുടെ പാലട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഇവിടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല, ഞാനിത് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാലടയുടെ പ്രത്യേകത നമ്മുടെ പിങ്ക് കളറാണ്. ഇതിന് നമ്മൾ പിങ്ക് കളർ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനം ചേർത്തിട്ടാണ് നമ്മൾ പിങ്ക് കളറാക്കുന്നത്. അതേപോലെ തന്നെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലും അടയും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലും അടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ബാക്കി ഇരുന്ന പാലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാലും അടയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ സിമ്മിലാക്കണം, അത് ശ്രദ്ധിക്കണം. അതേപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് മധുരം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പാലട പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യൽ പിങ്ക് പാലടയാണല്ലോ, അപ്പം അതിനുവേണ്ടി നമുക്കൊരു സ്പെഷ്യൽ സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ പഞ്ചസാര ഉരുക്കി ഈ രൂപത്തിലാക്കിയതാണ്. ഇതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ പിങ്ക് ആവണത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വേറെ അഡീഷണൽ കളറോ ഒന്നും ചേർക്കുന്നതല്ല. ഇത് ടേസ്റ്റും ഇത് ചേർക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല നമ്മുടെ സാധാ പാലട പായസത്തിൻ്റെ കൂട്ടല്ല, ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലത്ത് അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇവരെയും കുടുംബുളി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും കുടുംബുളി കിച്ചൻ്റെ പൊന്നോണ ആശംസകൾ. നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.